ശർക്കര ഭരണിയായിട്ട് ഞങ്ങൾ വീട്ടിൽ സദ്യയൊക്കെ വെക്കും. എല്ലാ തവണ അങ്ങനെയാണ്. ഇത്തവണ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നും ആശാന്റെ വീട്ടിൽ നിന്നും എല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങളിത് ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ചേച്ചി വൈഷ്ണവിയും ചിപ്പിയും പിന്നീടായിരുന്നു. ചിപ്പി അപ്പോൾ കാപ്പി കഴിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അതുകൊണ്ട് ചോറ് ലേറ്റ് ആയിട്ടാണ് കഴിക്കുക. സദ്യയൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങി എണീറ്റിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത്. മിക്ക ദിവസം ഞങ്ങൾ ഈ ആഴ്ച അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഒരു ദിവസം ചിപ്പിന്റെ കൂടെ പോയി. ചിപ്പി എന്നും വന്നില്ല, അവൾക്ക് കാൽവേദനയാണ് ഒരുപാട് നടന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് പോകുമ്പോഴേ ഞങ്ങളുടെ സ്ഥിര സ്പോട്ടാണ്. ഇവിടെ ചെന്നങ്ങിയിരിക്കും, കുറച്ച് നേരം ഇരുന്ന് ആ മണലിലൊക്കെ കളിച്ച്. നെക്സ്റ്റ് ഡേ ആശയുടെ വീട്ടിൽ നിന്നാണ് പോയത്. ചേച്ചിയും അമ്മയും ചേട്ടനും എല്ലാവരും കൂടെ പോയി സുണ്ടലും കുറേ സാധനങ്ങൾ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ശിവയിലേക്ക് കണ്ട് തൊഴുതിട്ടാണ് ഞങ്ങൾ അടുത്ത ദിവസം വന്നത്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ക്രേസാണ് ശർക്കര പോകാൻ വേണ്ടി. അല്ലെങ്കിലും ശർക്കര ഭരണി എന്ന് വെച്ചാൽ ചെറിയങ്കുഴിക്കാരുടെ ഒരു വികാരമാണ്. ഞാനും ആശയനും കൂടെ ഒറ്റയ്ക്ക് പോയ ദിവസം ഇനി ട്രൈ ചെയ്യാൻ ബാക്കിയൊന്നുമില്ല. അവിടെ കണ്ട എല്ലാം ട്രൈ ചെയ്തു. പാനിപ്പൂരിയിലാണ് സ്റ്റക്കായത്. അത് എവിടെ ചെന്നാലും അങ്ങനെ. സാധാരണ വാങ്ങിക്കുന്ന പാനിപ്പൂരി പോലെയല്ല, പൊരിയൊക്കെ ഇട്ടിട്ടായിരുന്നു. എങ്കിലും പാനിപ്പൂരി നേട്ടാൻ എന്താണേലും ശരി. പക്ഷെ ആശയനാണെങ്കിൽ ഈ കാറ് കണ്ടാൽ തെറ്റാ.